ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നിക്കേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സ്നിക്കേഴ്സ് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്നിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കടല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അപ്പം ഇത് കപ്പലണ്ടി എന്ന് പറയൂലേ, ആ ഒരു കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വറുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് ഇതേപോലെ ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പോളം കടലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ടകളുണ്ടേന്, പൊടിച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ചതേനു, അത് കാരണം കുറച്ച് കട്ടകളുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്, അതും അരക്കപ്പ് വേണം. ഞാനിപ്പോൾ ക്രഞ്ചി പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതായത് അതിൽ ഓൾറെഡി കടലിൻ്റെ പീസസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ബട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. സ്നിക്കേഴ്സ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഉപ്പ് രസം വരില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ വാനില എസൻസും ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. ഇതിലിപ്പം പഞ്ചസാരൻ്റെ കട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പണി ഉണ്ടേനി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു മാവ് പോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, ബ്രെഡ് ലോഫ് ടിന്നാണ് കേട്ടോ അത്. എന്നിട്ട് അതിൽക്കായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് മുറിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിലാക്കുക. കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി, നല്ലോണം എല്ലാ ഭാഗത്തേക്കും പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ക്ലിംഗ് റാപ്പ് വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, നോൺ സ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറും വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ക്ലിംഗ് റാപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ പീനട്ട് ബട്ടറിൻ്റെ ലെയർ നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഞാനിങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെയാണ് നമ്മൾ സ്നിക്കേഴ്സിൽ കഴിക്കുമ്പോൾ കാണലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നതും. പിന്നെ ഇതും വെച്ചതിന് ശേഷം നമുക്കൊന്നിങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം കടല വേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ മേലായിട്ട് വെക്കാൻ. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചാൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോസ് പാനിൽ ഞാൻ എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ആക്കിയിട്ടില്ല, വെറുതെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാരമലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. വെള്ളം കൂടെ ഉണ്ടാകുമ്പം കുറച്ച് സമയം എടുത്തിട്ടേ അത് മെൽറ്റായിട്ട് കിട്ടും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പഞ്ചസാര അടിയിൽ നിന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അതുവരെ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലേനു ഇട്ടിട്ടുണ്ടായത്. അതിനത് മെൽറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ഈ സമയം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ്. അതിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബട്ടർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര പെട്ടെന്ന് സെറ്റായി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അമൂലിൻ്റെ, അതാണ് ചേർത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീമാണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും ബട്ടറും ക്രീമും ഒക്കെ റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ അത്ര നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഞാൻ ക്രീം മുഴുവനായിട്ടും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണ്. ക്രീം ചേർക്കുന്ന സമയത്ത് ഈ പഞ്ചസാര എല്ലാം കൂടെ ഇങ്ങനെ കട്ടിയായിട്ട് പോണ പോലെ തോന്നും നമുക്ക്. കുറച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ട് കിട്ടും.
അര കപ്പ് ക്രീമാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടങ്ങിയിട്ട് ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 സ്പൂണ് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പീനട്ട് ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്നിക്കേഴ്സ് കഴിക്കുമ്പോൾ ഈ കാരമലിൻ്റെ ഉള്ളിൽ കടല കിടക്കുന്ന പോലെയല്ലേ കാണൽ. അപ്പോൾ ഞാൻ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള കാരമൽ ഇതിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഫെയിലായി ഞാനിനി ഇത് ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചതേനി. പക്ഷേ അവസാനം എനിക്ക് നല്ലൊരു റെസിപ്പി കിട്ടി. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയിട്ട് വന്നു. അങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഈ കാരമൽ ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. കാരമൽ നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. കുറച്ചൊരു തിക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അത് ഈ പാത്രം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പും ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് എത്ര സൈസിൽ വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ആ കാരമൽ നല്ലപോലെ സെറ്റായിട്ട് വന്നേനി. അതുകൊണ്ട് മുറിക്കാൻ ഞാൻ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ശരിക്കും സ്നിക്കേഴ്സിൻ്റെ ഉള്ളിലത്തെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇനിയും ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒന്നും കൂടെ സെറ്റായിട്ട് വരാനുണ്ട്. ആ പീനട്ട് ബട്ടറിൻ്റെ ഭാഗം കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്നിക്കേഴ്സ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ചെറിയ പീസും പിന്നെ മിൽക്ക് കോമ്പൗണ്ടിൻ്റെ കുറച്ചൊരു വലിയ പീസും കൂടെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കണേ. ഇതുപോലെ ചുടുവെള്ളത്തിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് നല്ല പോലെ മെൽറ്റായിട്ട് വരും. ഇനി നമ്മൾ ആ സ്നിക്കേഴ്സിൻ്റെ ബാൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റിലിട്ടിട്ട് നല്ല പോലെ എല്ലാ സൈഡും ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കുക. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇത് കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ലപോലെ ഒരു ഷേപ്പൊക്കെ ആയിട്ട് വരിക എന്നുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പ്രശ്നം വരും. പക്ഷേ സാരമില്ല, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്കെപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര പണിയായിട്ടാണ് കേട്ടോ തോന്നലുള്ളത്. അതിപ്പോൾ നമ്മൾ ഈ ബൗണ്ടിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു സ്റ്റെപ്പ് എന്തോ എനിക്ക് ഭയങ്കര പണിയാണ്. അത് നല്ലപോലെ ചോക്ലേറ്റ് ആയിട്ട് കിട്ടാനും പിന്നെ അത് ബേക്കിംഗ് പേപ്പറിലേക്ക് വെക്കാനും ഒക്കെ. ഞാൻ പറയാൻ മറന്നുപോയി, ബേക്കിംഗ് പേപ്പറിലേക്കാണ് ഞാനിതിപ്പം വെച്ച് കൊടുക്കുന്നത്. OHP ഷീറ്റിലേക്കോ ഒക്കെ വെക്കാനായിട്ട് പറ്റും. എന്നിട്ടത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുകയെ അതിൻ്റെ മുന്നേ തന്നെ നമ്മളതിൻ്റെ മേലെ ഡിസൈൻ ആക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ അത് ഒരു 5 മിനിറ്റും കൂടെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടേനി. എന്നിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്നിക്കേഴ്സ് വലിയുന്ന പോലെ നല്ലോണം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ആ കാരമലൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കട്ട് ചെയ്ത് നോക്കുമ്പം ശരിക്കും സ്നിക്കേഴ്സ് പോലെ തന്നെ ഉണ്ടേനി. ടേസ്റ്റും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ സ്നിക്കേഴ്സും ഇതും കഴിച്ചു കഴിഞ്ഞാൽ ഏതാ ഒറിജിനൽ ഏതാ നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഡൗട്ടായി പോവും. അത്രയും സെയിം ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേനിന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയപ്പം ഇതായിരുന്നു അവസ്ഥ. കാരമൽ സെറ്റായില്ല. കാരണം കാരമൽ ഞാൻ കുറച്ചൊരു ലൂസായിട്ട് ഇനി ഉണ്ടാക്കിയത്. അപ്പോൾ അത് സെറ്റായിട്ടില്ല. അങ്ങനെ അത് നമ്മൾ പുഡിങ് പോലെ കഴിക്കുകയാണ് ഉണ്ടായത്. കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേസ്റ്റ് ആയിട്ട് പോയിനെ. അതിൻ്റെ ബേസ് ഞാൻ ചെയ്തിട്ടുണ്ടായത് മാഷ്മെല്ലോ ഉണ്ടാക്കുന്ന പോലെയാണോ. അപ്പോൾ അതും വേസ്റ്റായി. ഒരുപാട് പഞ്ചസാരയും അങ്ങനെയൊക്കെ കുറേ വേസ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റെസിപ്പി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്